എങ്ങനെയാ ഉദ്യോഗസ്ഥർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ സാധിക്കുന്നത്? ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുകയുമില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഭരിക്കുന്ന പാർട്ടിക്ക് പണം സംഭവിക്കാനുള്ള കറവപ്പശു അല്ല കോർപ്പറേഷൻ. തീർച്ചയായിട്ടും കേരളം എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു എക്കാലവും തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ്റെ എല്ലാമായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ, നയപരമായ ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഇരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ മേയറോ ഡെപ്യൂട്ടി മേയറോ ഈ കോർപ്പറേഷനിലെ പല ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ്. മറിച്ച് ഈ കോർപ്പറേഷനാക്കി മാറ്റുന്നത് ഈ ഇരിക്കുന്ന ഇനിയും ഇവിടെ വരാത്ത ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരുടെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാരായ ആൾക്കാരുടെ കണ്ണുകളിൽ തിളക്കം വരുമ്പോഴാണ് ഈ കോർപ്പറേഷൻ ജീവസുറ്റതാകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി, നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാനിവിടേക്ക് എത്തിയത്. ഞങ്ങൾ വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയവും നിലപാടുകളും പറഞ്ഞു തന്നെയാണ് ഞങ്ങളെ ജനങ്ങൾ ഇവിടുത്തെ ഈ കോർപ്പറേഷനിലെ ഭരണത്തിലെത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ 5 വർഷം ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, ജനങ്ങളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നവും പ്രതീക്ഷയും നിറവേറ്റുവാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ കഠിനാധ്വാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി വരുമ്പോഴേക്കും ചില മാതൃകകൾ ഞങ്ങളുടെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഭരണ രംഗത്ത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാതൃക ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാധ്യനായ നരേന്ദ്രമോദിയുടെ മാതൃകയാണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം ആരംഭിക്കുവാൻ തയ്യാറായിരിക്കുന്നത്. അവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അദ്ദേഹം ഒരു ദിവസം 18 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നാടിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന MR ഗോപനായാലും ആശാനാഥും രാധാകൃഷ്ണനും ചെമ്പഴും ജൂതനും ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായാലും ഭരണപക്ഷത്തുള്ള 50 കൗൺസിലർമാരായാലും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 മുതൽ 18 മണിക്കൂർ വരെ ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഈ സിസ്റ്റത്തിനകത്ത് വിജയകരമായി നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ തയ്യാറായി ഇറങ്ങിയിട്ടുള്ളത്. ഒരു 5:30 മണിക്ക് ശേഷം ഏത് സമയവും, 5:30 മണിക്ക് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആൾക്കാർ വീട്ടിലേക്ക് വരും. 5:30 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരുടെ വീട്ടിലേക്കും പൊതുസമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വന്ന് മുട്ടി വിളിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. രാത്രി 11 മണി വരെ ഞങ്ങളൊക്കെ തന്നെ ഫീൽഡിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ കൗൺസിലർ ഓഫീസിലോ അല്ലെങ്കിൽ മേയറുടെ ഓഫീസിലോ അവൈലബിൾ ആയിരിക്കുമെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അത് പറയുമ്പോൾ 18 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുവാൻ വേണ്ടി ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ തയ്യാറാകുമ്പോൾ എനിക്ക് വിനയപുരസരം എൻ്റെ സഹപ്രവർത്തകരോട്, ജീവനക്കാരോട് പറയുവാനുള്ളത്, നിങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രാവിലെ 10 മണി മുതൽ 5 മണി വരെ വിശ്രമവേള ഒഴികെയുള്ള സമയം ജോലി ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങളും തയ്യാറാകണമെന്നാണ് എനിക്ക് വിനയപുരസ്സരം നിങ്ങളോട് കാര്യം പറയുവാനുള്ളത്. ഞങ്ങൾ 18 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അതിലൊരു 1/3 സമയം കൃത്യമായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഉച്ചയ്ക്ക് 1 മണിക്കൂറോ ചായ കുടിക്കാനുള്ള സമയം, അതൊക്കെ തന്നെ മാനസികമായിട്ടുള്ള അവകാശപ്പെട്ട കാര്യം. അതെല്ലാം ഞങ്ങൾക്ക് ഇടപെടേണ്ട അധികാരങ്ങൾ, ഞങ്ങൾ ഇടപെടാൻ പോകില്ല. പക്ഷേ ആ സമയം കൃത്യമായിട്ടുണ്ടാകും. ഞാൻ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഞങ്ങൾ അഴിമതി ചെയ്യുകയില്ല, അഴിമതി ചെയ്യുവാൻ ഒരാളിനെ അനുവദിക്കുകയുമില്ല എന്ന് നിങ്ങളോട് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അഴിമതിക്കാരാണെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ സാധാരണക്കാരൻ്റെ ടാക്സ് വെട്ടിച്ചിട്ട് ആ ടാക്സ് വെട്ടിച്ചവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 30 ദിവസം ഇവിടെ ഉപവാസം കിടന്നപ്പോഴേക്കും, ഒടുവിൽ പോലീസ് അന്വേഷിച്ചപ്പോഴേക്കും ഞാൻ വളരെ വേദനയോട് പറയട്ടെ, നമ്മുടെ ഒരു സോണൽ സൂപ്രണ്ടിനെയാണ് സസ്പെൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നത്. വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യുവാൻ വേണ്ടി ഭരണസമിതി പറയുകയില്ല. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, ഒരാളുടെ വോട്ട് വെട്ടിമാറ്റിയിട്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് അവർക്ക് വോട്ട് കൊടുക്കുമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. എങ്ങനെയാ സാധിക്കുന്നത്? എങ്ങനെയാ ഉദ്യോഗസ്ഥർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ സാധിക്കുന്നത്? ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുകയുമില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഭരിക്കുന്ന പാർട്ടിക്ക് പണം സംഭവിക്കാനുള്ള കറവപ്പശു അല്ല കോർപ്പറേഷൻ. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടുമല്ല ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെയും തെറ്റ് ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ പ്രേരിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും.